ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ആജ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണക്കോടി അത് പണ്ടുമുതൽ ഉള്ള ശീലമാണ്. ഓണസദ്യ അതും പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ഇപ്പോൾ ഈ വിപണിയിലേക്ക് ഈ ഗൃഹോപകരണ വിൽപ്പനക്കാരൊക്കെ കൂടുതലായി കടന്നു വരുമ്പോൾ വലിയ ഓഫറുകളാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഓണക്കാലത്തേക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു രീതിയുണ്ട്. പുതിയൊരു വാഹനമാകട്ടെ, വീട്ടിലേക്ക് ഒരു ഫ്രിഡ്ജോ ടിവിയോ വാഷിംഗ് മെഷീനോ ആകട്ടെ, മറ്റു ഉപകരണങ്ങളാകട്ടെ, അതെല്ലാം നമ്മൾ ഓണക്കാലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ പ്രധാനപ്പെട്ട വിപണന പാതകൾ. എറണാകുളം നഗരത്തിലാണെങ്കിൽ നിരവധിയായ അത്തരം സ്ട്രീറ്റുകളുണ്ട്. ഓരോന്നും ഫോക്കസ് ചെയ്തിട്ടുള്ള വസ്ത്രം, ഇലക്ട്രോണിക്സ്, മറ്റ് ചെറുകിട ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെയുള്ള വിപണിയൊക്കെ വളരെ സജീവമാണ്. ഇന്നിപ്പോൾ ഈ ഉത്രാടപ്പാച്ചിലേക്ക് എത്തുമ്പോൾ പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സദ്യവട്ടത്തിനുള്ള ഒരുക്കവും ഓണക്കോടിയും അതിലേക്കായിരിക്കുമല്ലോ ഫോക്കസ്. അഭിലാഷ്, ഞാനിപ്പോ ഉള്ളത് മെയ്ത്ര ബസാറിലെ ഈ പൂവിപണിയാണ്. അതായത് കൃത്രിമ പൂക്കളാണ്. നമ്മൾ എല്ലാ വർഷവും ഓണത്തിന് മാത്രം, അല്ലെങ്കിൽ ഉത്രാടത്തിനും ഓണത്തിന് വേണ്ടി മാത്രമാണ് ഈ ചുരുക്കാൻ വേണ്ടി. അത് സ്ഥാപനങ്ങളാവട്ടെ, വീടുകളാവട്ടെ, റോഡുകളാകട്ടെ, നഗര വീഥികളാകട്ടെ ഒക്കെ അണിയിച്ചൊരുക്കാൻ വേണ്ടി ഇത്തരം പ്ലാസ്റ്റിക് കൊണ്ടുള്ള പൂക്കളാണ്. അത് നമുക്ക് മാരിഗോൾഡിന്റെ വിവിധ വെറൈറ്റികൾ കാണാം. ഇവിടെ മഞ്ഞയും ഓറഞ്ചും കലർന്നത്, അതുപോലെ പല വിധത്തിൽ. അതിപ്പോ ഈ വർഷം കുറെ കൂടി ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ മാരിഗോൾഡ് തന്നെ അത് ഇവിടെ ഒരു പിങ്കും ഒരു അങ്ങനെ കാണാത്ത ഒരു കോമ്പിനേഷനാണ്, പിങ്കും യെല്ലോയും കൂടി. സാധാരണ നമ്മൾ കാണുന്നത് ഈ ഓറഞ്ചും ഈ യെല്ലോയുമാണ്, അല്ലെങ്കിൽ ഓറഞ്ച് പൂർണ്ണമായിട്ടുമാണ്, അല്ലെങ്കിൽ യെല്ലോ കംപ്ലീറ്റ് ആണ്, അങ്ങനെയാണ്. പക്ഷേ ഇത് എല്ലാ ആളുകളും പെട്ടെന്ന് വീട് അലങ്കരിക്കാൻ, വീട് ഒന്ന് മനോഹരമാക്കാൻ, ഓണത്തിന്റെ ഒരു ഫെസ്റ്റീവ് വൈബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പെട്ടെന്ന്, വിലയും വളരെ തുച്ഛമാണ് എന്ന് തോന്നുന്നു. 100 രൂപയ്ക്ക് ഒരു പാക്കറ്റിൽ 5 മാലകളാണുള്ളത്. അത് തന്നെ 100 രൂപയോ മറ്റോ ആണ് അവർ ഈടാക്കുന്നതും. എന്തായാലും നമുക്ക് ഇവരുടെ ഒരു ട്രെൻഡ്. മറ്റൊരു സാധനം കൂടിയുണ്ട്, അത് ഞാൻ കാണിക്കാം. പൂക്കളമാണ്. പിന്നെ പൂവ് തൊടിയിലൊക്കെ പോയി പൂവ് നുള്ളി പൂക്കളം ഒരുക്കി, അല്ലെങ്കിൽ കളം വരച്ച് പൂക്കളം ഒരുക്കുന്ന ട്രെൻഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ദിവസത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ഓണാഘോഷത്തിനോ അതല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസത്തേക്ക് ഫോട്ടോ ഷൂട്ടിനോ ഒക്കെ ഒരുക്കാവുന്ന തരത്തിലേക്ക് പൂക്കളത്തിന്റെ വിവിധ മോഡലുകളുണ്ട്. നമുക്ക് ഇവിടെ മറ്റൊരു ഇതുകൂടി കാണാം. ഇതൊക്കെ തുണി കൊണ്ടുള്ളതാണ്. അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങൾ, വിവിധ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഇത് ഒരു ഹാൻഡ് മെയ്ഡ് ഐറ്റമാണ്. ഇത് ആളുകൾ ഇതിനു വേണ്ടി ഓണക്കാലത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു കുടിൽ വ്യവസായം പോലെ ആളുകൾ ഉണ്ടാക്കി അത് ഒരു വലിയ ട്രെൻഡാക്കിയിട്ട്. കഴിഞ്ഞ തവണയൊക്കെ നമുക്കറിയാം, ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസിലുമൊക്കെ വലിയ ട്രെൻഡായിട്ടുണ്ടായിരുന്നു ഈ പൂക്കള നിർമ്മാണവും അത് പഠിപ്പിക്കുന്ന രീതിയും അതൊരു പ്രധാനപ്പെട്ട ക്രാഫ്റ്റായിട്ട് മാറിയിരിക്കുന്നതും ഒക്കെ. അങ്ങനെ വർണ്ണാഭമായി ഓണത്തെ ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ, അതായത് ഒറിജിനൽ പൂക്കളുടെ കാലം കഴിഞ്ഞു, അതല്ലെങ്കിൽ ഒറിജിനൽ പൂക്കൾക്ക് വേണ്ടി വലിയ വിലയും. ഇപ്പോ തോവാളയിൽ നിന്നും ഒക്കെ ഇവിടെ പൂക്കൾ എത്തുമ്പോൾ തന്നെ കർഷകരെ അത് ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കാലാവസ്ഥ മോശമായിരുന്ന ഒരു സാഹചര്യത്തിൽ കർഷകരെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ പോലും അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു പൂക്കളം, ചേട്ടാ ഇത് ഒന്ന് ഈ പൂക്കളം എങ്ങനെയാണ് ഇടേണ്ടത് എന്ന് അറിയാത്ത ആളുകൾക്ക് കൂടി വളരെ പെട്ടെന്ന് ഇത് ഒരെണ്ണം നമ്മൾ തയ്യാറാക്കി നമ്മുടെ സ്വീകരണ മുറിയിലോ അതല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ മറ്റ് സ്ഥാപനങ്ങളുടെ മുൻവശത്തോ ഒക്കെ വെച്ചാൽ ഇത് പൂക്കളം റെഡിയാണ്. ഓണത്തിന്റെ വൈബും റെഡിയാണ്. പൂക്കളം വാങ്ങിക്കാൻ വന്നതാണോ, ഇവിടുത്തെ ആളാണോ? അല്ല, മേടിക്കാൻ വന്നു. എങ്ങനെയുണ്ട് സെലക്ഷൻസ് ഒക്കെ? അതെ, ഇത് അടിപൊളിയാണ്. എനിക്കിത് ഞാനിത് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ കുറച്ച് ഇപ്പൊ ഓപ്പൺ ആക്കിയിട്ടേ ഉള്ളൂ ഇവര്. അപ്പൊ ഒന്ന് നോക്കിയിട്ട് എടുക്കും. എങ്ങനെയുണ്ട് ചേട്ടാ ഓണത്തിന്റെ കച്ചവടമൊക്കെ? കച്ചവടം കുഴപ്പമില്ല. നിലവില് മഴയാണ് പ്രശ്നം. ഏറ്റവും കൂടുതൽ പോകുന്നത് മാല, ജമന്തി മാല ഐറ്റംസ് ആണ്. ഇപ്പൊ പ്ലാസ്റ്റിക് മാല ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഏതാ, അത് ഇത് കൂടിയതാ, തുണിയുടെ മാലയാണ്. അത് 1800 വരും ജോഡിക്ക്. 1800 രണ്ട് മാല. ഈ മുല്ലപ്പൂവ് അധികം പോകുന്നുണ്ടോ? പ്ലാസ്റ്റിക് മുല്ലപ്പൂവാണ് അഭിലാഷേ, പക്ഷെ ഭയങ്കരമായി ഒറിജിനലിനെ വിലുന്ന തരത്തിലുള്ള മുല്ലപ്പൂക്കളാണ്. കണ്ടോ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമല്ലോ. ഇതൊക്കെ നോക്കൂ, വളരെ അടുക്കി മുല്ല കെട്ടി വെച്ചിരിക്കുന്നത്. അതായത് ഒരു ദിവസത്തേക്കൊക്കെ മുല്ലപ്പൂ കിട്ടിയില്ലെങ്കിൽ പോലും മുല്ലപ്പൂവിനൊക്കെ ഭയങ്കര വിലയാണ്. 1 കിലോയ്ക്കൊക്കെ ഏതാണ്ട് 600-700 രൂപ. അത് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് പല റേറ്റിൽ. ഇപ്പൊ അതേ
അതേസമയം ഇത് പ്ലാസ്റ്റിക് ആണ്. ഇത് നമുക്കൊന്ന് വിടർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഈ വളരെ മനോഹരമായിട്ട് തന്നെ നിറപ്പകട്ടാർന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് തന്നെ. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? കച്ചവടം കുറവാണ്, മഴയും കാര്യങ്ങളൊക്കെ. ഈ പൂക്കൾ എങ്ങനെ ശരിക്കും ഈ ജമന്തി അതിന്റെ ഒരു വെറൈറ്റി കൂടുതൽ വന്നിട്ടുണ്ടല്ലോ? മോഡൽ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് ഇപ്രാവശ്യം. പൂക്കളോ? അത്തക്കുളം പൂക്കൾ പോകുന്നുണ്ട്, റെഡിമെയ്ഡാണ്. ഇപ്പൊ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ഫ്ലവർ മേടിക്കുമ്പോൾ അത് ഒരു ദിവസം ഇട്ടിട്ട് അതാണ്ട് ഇതായി പോവല്ലേ. ഇതാകുമ്പോ കുഴപ്പമില്ല. ഇതാകുമ്പോ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റും, കേടുവരുത്തില്ല. ഇതിപ്പോ ഒരെണ്ണത്തിന് ഒരു 450 550 രൂപ. ചെറുത് 150 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ റെഡിയിൽ ഇപ്പൊ 450 സ്റ്റാർട്ടിംഗ് ഉള്ളത്. വലുത് 7,500 വരെ വരുന്നത്. അത് 5 ഫീറ്റാണ്. അതാണ് ഏറ്റവും വലുത് ഇപ്രാവശ്യം ഇറങ്ങിയിരിക്കുന്നത്. അത് ബന്ദിപ്പൂ ഇതാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അതും എന്തിന് വേറെ മോഡൽ ചെറിയത് അവിടെ തൂങ്ങി കിടക്കുന്നുണ്ട്. ഒരു പാക്കറ്റ് 100 രൂപ. അത് 5 പീസ് ഉണ്ടാവും. ഇതിലാകുമ്പോ 12 പീസിനാകുമ്പോ ഒരു 600 രൂപ റേറ്റ്. വീടുകളിലേക്ക് കൂടുതൽ പോകുന്നു. പിന്നെ വല്ല ഷോപ്പ് മാളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഡെക്കറേഷൻ വേണ്ടിയിട്ട്. മാളിലേക്കൊക്കെ കൊണ്ടുപോകും. പിന്നെ ഒരു ബിൽഡിംഗ്, ഷോപ്പുകള് അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ അതാണ് ഒരു നമുക്ക് കാണാം ഭയങ്കര ഒരു ഫെസ്റ്റീവ് വൈബ് തന്നെ. നമുക്ക് ഭയങ്കര മനോഹരമായിട്ട് തന്നെയാണ് ഈ പൂക്കൾ ഇങ്ങനെ ഹാങ് ചെയ്യുമ്പോൾ തന്നെ ഇതിങ്ങനെ വിടർത്തിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ശരിക്കും അത് മാരിഗോൾഡാണ്, ഈ ബന്ദി എന്നാണ് എന്റെ നാട്ടിലൊക്കെ എന്ന് പറയുക. ഇത് അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അത്ര ഒരു ഒറിജിനൽ ഫീലാണ്. പക്ഷെ എന്നാൽ ഒരു ഭയങ്കര മനോഹരമായ ഒരു ക്രാഫ്റ്റ് വർക്ക് കൂടിയാണ് ഇത്. പ്ലാസ്റ്റിക് ആണ്, വേസ്റ്റ് മെറ്റീരിയലാണ്, അതിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള മനോഹരമായ ഒരു കാഴ്ചയാണ്. എന്തായാലും ഓണം പൂക്കൾ മാത്രമല്ല പ്ലാസ്റ്റിക്കും കൊണ്ടുപോകും എന്നുള്ള മറ്റൊരു വാസ്തവമുണ്ട്. പക്ഷെ ഇതൊക്കെ വേസ്റ്റ് മെറ്റീരിയൽ ആവുന്നില്ല. ഇത് പിന്നെ നമുക്ക് കാലങ്ങളോളം സൂക്ഷിച്ച് വെക്കാം. ഇതൊരു പാക്കറ്റ് 100 രൂപ, 5 എണ്ണം 100 രൂപയാണ്. അത് വാങ്ങിച്ച് അലങ്കരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ഉത്സവത്തിന്, വിഷുവിനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഉത്സവത്തിനേക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതായത് ഈ ഭാഗത്തേക്ക് ആളുകൾ വരുന്നതേ ഉള്ളൂ. എന്തായാലും എനിക്ക് തോന്നുന്നു മഴയുള്ളത് കൊണ്ട് വലുതായിട്ട് അതിന്റെ ഓണം എന്തായി? ഓണം അങ്ങനെ പോണു. ഓണം ഇങ്ങനെ പോകുന്നു. ഓണം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണോ? ഇല്ല, ഞാൻ ഇവിടുത്തെ കടയിലെ സ്റ്റാഫ് ആണോ? ഇവിടെ എങ്ങനെയുണ്ട് കച്ചവടം? കച്ചവടം ഇന്നലെ മഴ കൊണ്ട് ഇത്തിരി മോശമായിരുന്നല്ല. എവിടുന്നാ വരുന്നത്? ഞാൻ വൈപ്പിന്. ഇന്നും രാവിലെ വലിയ തിരക്കില്ല. അല്ലെങ്കിൽ ഇന്നിപ്പോ തിരക്കുണ്ടാകേണ്ടതാണ്. ഉച്ചവരെ മഴയാണ് ശ്രദ്ധിക്കുന്നത്. മഴയാണ് പ്രശ്നം. എന്താ പേര്? എന്റെ ഒരു പുഷ്പ. പക്ഷെ മഴ തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അതിപ്പം നമ്മുടെ പഴം പച്ചക്കറി വിപണിയിൽ നേരത്തെ ലൈവ് എടുക്കാൻ പോയപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് മഴയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ പൂവിപണിയിലാണുള്ളത്. പൂവിപണിയിലാണെങ്കിലും ഇവിടെയും ഈ നമ്മൾ പറഞ്ഞതുപോലെ അവസാനവട്ട മിനുക്കുപണികളും ഒരുക്കങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് ആളുകൾ ഇങ്ങോട്ട് പെട്ടെന്ന് വരുന്നത്. ഒരു പാക്കറ്റ് വാങ്ങിക്കൊണ്ട് പോയി വളരെ പെട്ടെന്ന് ഡെക്കറേറ്റ് ചെയ്യാനും പറ്റും നമുക്കത് കൊണ്ട്. പക്ഷെ എന്തായാലും ഈ ഒരു ഇത് എന്താ പറഞ്ഞ ഒരു ഭയങ്കര നിറപ്പകിട്ടാർന്ന ഒരു അന്തരീക്ഷമാണ്. അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. എറണാകുളത്ത് നിന്ന് വളരെ വ്യത്യസ്തമായ കാഴ്ചയാണ് ആജ്ഞ പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് റെഡിമെയ്ഡ് പൂക്കളങ്ങൾ. ഇൻസ്റ്റന്റ് ഓണത്തിന്റെ കാലത്തിലേക്ക് നമ്മൾ കടന്നിട്ട് കാലങ്ങൾ ഏറെയായി, വർഷങ്ങൾ ഏറെയായി. എങ്കിൽ ഇപ്പോഴിതാ ഈ പഴയ ആളുകൾക്ക് അവർക്കാണ് തുമ്പയും തുളസിയും മുക്കുറ്റിയും ഒക്കെ ഉൾപ്പെടുന്ന മലയാളികളുടേതായ കേരളത്തിലെ തനത് പൂക്കളും അതുപയോഗിച്ചുകൊണ്ടുള്ള പൂക്കളങ്ങളുമൊക്കെ ചെറുതായെങ്കിലും ഓർമ്മയിൽ ഉണ്ടാവുക. അതിനുശേഷം പിന്നീട് ഈ ബന്ദിപ്പൂ, ജമന്തി, അരളി അങ്ങനെയൊക്കെയുള്ള പൂക്കളാണ് ഇപ്പോഴും. ഒരു പക്ഷേ പൂക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പൂക്കളം തീർക്കുന്നവർ പോലും ഈ പൂക്കളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതാകട്ടെ കേരളത്തിൽ വളരെ കുറച്ച് മാത്രം കൃഷി ചെയ്യുന്ന തമിഴ്നാട്ടിലും തോവാളയിലും നിന്നുമൊക്കെ എത്തുന്ന പൂക്കൾ ആണ്. അതും മാറുകയാണ്. പ്രത്യേകിച്ച് നഗരകേന്ദ്രീകൃതമാകുന്ന ഇടങ്ങളിൽ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ അധികം ഉള്ളിടത്ത് ഇപ്പോൾ ഇതാ ഈ പ്ലാസ്റ്റിക് റെഡിമെയ്ഡ് പൂക്കൾ ആണ്. അവിടെ ഈ കുരുത്തോലയുടെ പോലും പ്ലാസ്റ്റിക് മാതൃക നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചു എന്നതാണ്. അതാണ് സൂചിപ്പിച്ചത്. മലയാളികൾ ഏറെ മാറുന്നു, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നു. പക്ഷേ ആ ഗൃഹാതുരതയുടെ പ്രതീകങ്ങൾ ഇപ്പോഴും ഓണത്തിന് എല്ലാവരും തന്നെ ഓർത്തെടുക്കുന്നു എന്നാണ് നമുക്ക് ഈ കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.